ഉച്ചയോടടുത്ത് 12 മണിയോട് കൂടിയാണ് പാലക്കാടുള്ള കൊല്ലങ്കോട് നിന്നും ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയത്. കൊല്ലങ്കോട് നിന്നും കേരള തമിഴ്നാട് ബോർഡറിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. കൊല്ലങ്കോട്, ഗോവിന്ദാപുരം, മീനാക്ഷിപുരം, ആനമലൈ വഴി ഉദുമൽപേട്ടിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ആനമലൈ റിസർവ് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ മറയൂരിൽ എത്തിച്ചേരുകയുമാണ് ഇന്നത്തെ പ്രധാന യാത്ര. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ചില കാഴ്ചകളാണ് ഈ കുതിരവണ്ടിയും അതുപോലെ റോഡിന് ഇരുവശത്തുമായി നിറഞ്ഞു നിൽക്കുന്ന പുളിമരങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാം. അങ്ങനെ ആനൈമലൈ എന്ന ഒരു ചെറിയ ടൗണിലെത്തിയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു വലിയ തെങ്ങിൻ തോപ്പിനകത്തുള്ള നല്ല ആംബിയൻസ് ഒക്കെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. പിന്നെ നല്ല ഭംഗിയിൽ പനയോലയും പുല്ലെല്ലാം കൊണ്ട് മേഞ്ഞിട്ടുള്ള മേൽക്കൂരയും ആയിരുന്നു. നല്ല കാറ്റും തണുപ്പൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് അത്ര ക്വാളിറ്റി ഉള്ളതായി തോന്നിയില്ല. നല്ല റേറ്റും ആയിരുന്നു. അധികം നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഉള്ള റൂട്ടല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഹോട്ടലായിരിക്കും ഇത്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ലാത്തതാണ്. ട്രാവൽ സ്റ്റോറീസിൻ്റെ രണ്ടാമത്തെ മൂന്നാർ യാത്രയാണിത്. ആദ്യത്തെ യാത്രയിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു ബർത്ത്ഡേ ട്രിപ്പാണ്. ചിച്ചയുടെ സെക്കൻഡ് ബർത്ത്ഡേ ട്രിപ്പാണിത്. അതൊരു ഫാമിലി ട്രിപ്പുമായി മാറി. ഓടിക്കളിക്കാനായി ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ചിച്ച ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊരു 3 ഡേ ട്രിപ്പാണ്. അതിലെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യാത്രയുടെ സെക്കൻഡ് ഡേ, തേർഡ് ഡേ കാഴ്ചകളെല്ലാം വ്യത്യസ്ത വീഡിയോകളിലായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ ചിച്ചയുടെ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഈ കാഴ്ച കണ്ടത്. തെങ്ങിൻ തോപ്പിന് നടുവിലായി ഒരു ചെണ്ടുമല്ലിത്തോട്ടം. പ്രധാന ടൗണുകളൊന്നും ടച്ച് ചെയ്യാതെ തമിഴ്നാട്ടിലെ ഇതുപോലുള്ള ചെറിയ വഴികളിലൂടെയെല്ലാം യാത്ര ചെയ്ത് ഞങ്ങൾ അവസാനം ഉദുമൽപേട്ട് മൂന്നാർ റൂട്ടിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നല്ല റോഡുകൾ തന്നെയാണ് ഈ റൂട്ടിലുള്ളത്. പക്ഷെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കുറേ സമയം യാത്ര ചെയ്തതിന് ശേഷം ഗ്രാമങ്ങളുടെ കാഴ്ചകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫോറസ്റ്റ് ഏരിയയുടെ തുടക്കമാണ്. ദൂരെയായി കാടിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള മലനിരകളെല്ലാം കാണാം. പിന്നെ കരിക്ക് കുടിക്കാനായി കുറച്ച് സമയം ഒന്ന് നിർത്തിയിട്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ ആനൈമലൈ ടൈഗർ റിസർവിലേക്ക് കയറുകയാണ്. ഒരു വാഹനത്തിന് പോകാവുന്ന വീതി മാത്രമാണ് ഈ റോഡിനുള്ളത്. രാവിലെയോ വൈകിട്ടോ ഉള്ള സമയങ്ങളായിരുന്നെങ്കിൽ അനിമൽ സൈറ്റിങ്സ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണിതൊക്കെ. ഓപ്പോസിറ്റ് ഇതുപോലുള്ള വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കടന്നു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. റോഡിൻ്റെ ലെവലും ഗ്രൗണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും സൈഡിലേക്ക് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ട്രാഫിക് ബ്ലോക്കുകളും റിസർവ് ഫോറസ്റ്റിനുള്ളിലുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നായിരുന്നു ഇതാദ്യം അറിയപ്പെട്ടിരുന്നത്. മൊത്തത്തിൽ 1479 കിലോമീറ്റർ സ്ക്വയർ ഏരിയയാണ് ഈ ടൈഗർ റിസർവിനുള്ളത്. പേരുപോലെ ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാങ്ച്വറി കൂടെയാണിത്. ഒരുപാട് അനിമൽ ഡൈവേഴ്സിറ്റിയും പ്ലാന്റ് ഡൈവേഴ്സിറ്റിയും ഒക്കെയുള്ള ഒരു റിസർവ് കൂടെയാണിത്. ധാരാളം മെഡിസിനൽ പ്ലാന്റ്സും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചില കാഴ്ചകളും കണ്ടിരുന്നു. ചിച്ച ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ യാത്ര ചെയ്തു വന്ന റൂട്ടൊക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നെങ്കിലും പല റീജിയണുകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കാടുകൾ ഈ ആനമലൈ ടൈഗർ റിസർവിലുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ആനമലൈ ടൈഗർ റിസർവ്സിൻ്റെ വെസ്റ്റേൺ റേഞ്ചിലും ഈസ്റ്റേൺ സ്ലോപ്പുകളിലുള്ള ക്ലൈമറ്റിലുള്ള വേരിയേഷൻ തന്നെയാണ്. വെസ്റ്റേൺ റേഞ്ചുകളിൽ 5000 mm വരെ ആനുവൽ റെയിൻഫാൾ ലഭിക്കുന്നതും എന്നാൽ മഴനിഴൽ പ്രദേശങ്ങളായിട്ടുള്ള ഈസ്റ്റേൺ സ്ലോപ്പുകളിൽ 800 mm വരെയാണ് ആനുവൽ റെയിൻഫാൾ ലഭിക്കുന്നത്. ആളിയാർ, നീരാർ, ഉപ്പാർ എന്നീ നദികൾ ഈ ടൈഗർ റിസർവിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സുകളുടെ ഇന്ത്യയിലെ ഒരേ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉള്ളത് നമ്മുടെ ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ചിന്നാർ, പാമ്പാർ റിവറുകളാണ് ഈ സാങ്ച്വറിയുടെ മേജറായിട്ടുള്ള വാട്ടർ റിസോഴ്സുകൾ. ആനമുടി ഹിൽസിൽ നിന്നാണ് ഈ പാമ്പാർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള ഈ ആനമുടി ഹിൽസ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അടുത്തുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ തന്നെയാണ് വളരെ റെയറായിട്ടുള്ള ആൽബിനോ ഗോറിനെ കണ്ടിരുന്നത്. ആനമലൈ ടൈഗർ റിസർവിനേക്കാളും കുറച്ചുകൂടെ ഡ്രൈ ഫോറസ്റ്റ് ആണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി.
പക്ഷേ ആനമലൈ ടൈഗർ റിസർവിനേക്കാളും ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയുള്ള ഈ യാത്രയാണ് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അതിനൊരു കാരണം ഈ റൂട്ട് കുറച്ചുകൂടെ ഗ്രീനറി ആയി തോന്നിയിരുന്നു. പിന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സും വഴിയരികിൽ കണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെയായി കാടിന് നടുവിൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കണ്ടത്. തൂവാനം വാട്ടർഫോൾസ് ആണിത്. പിന്നെ വണ്ടിയൊന്ന് നിർത്തി കുറച്ച് സമയം ആ കാഴ്ച കണ്ടു നിന്നു. ഈ വാട്ടർഫോൾസിനടുത്തേക്കുള്ള ഗൈഡഡ് ട്രക്കിങ്ങുകൾ അവൈലബിൾ ആണ്. ഉറങ്ങി എണീറ്റ് മറ്റേതോ ലോകത്തായിരുന്നു ചിച്ച. കാടിന്റെ വന്യതയിലുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ഞങ്ങളെല്ലാവരെയും ഒരുപോലെ ആകർഷിച്ച ഒന്നാണ്. വലതുവശത്തായി കാണുന്നത് ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സുകളുടെ റീഹാബിലിറ്റേഷൻ സെന്റർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ ഈ സെന്റർ ക്ലോസ്ഡ് ആയിരുന്നു. മുന്നിലായി തന്നെ വലിയൊരു ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്തായി ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ അത് കാണാനായി വണ്ടി ഒന്ന് നിർത്തി. കരിമുട്ടി വാട്ടർഫോൾസ് ആണിത്. അത് കാണാനായി 25 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത്ര വലുതൊന്നും അല്ലെങ്കിലും ചിച്ചയെ സേഫായി നിർത്താൻ പറ്റിയ ഒരു വാട്ടർഫോൾസ് ആയിരുന്നു അത്. വാട്ടർഫോൾസ് ഇത്ര അടുത്തായി കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു ചിച്ച. വെള്ളച്ചാട്ടം ചെറുതാണെങ്കിലും അടുത്തെത്തിയപ്പോഴാണ് വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി മനസ്സിലായത്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഈ വാട്ടർഫോൾസ് മറയൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മറയൂരിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേയിലേക്കായിരുന്നു. മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക എല്ലാ വീടുകളും ഹോം സ്റ്റേകളാണ്. ഹാപ്പി ലാൻഡ് ഗസ്റ്റ് ഹൗസ് എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. ഒരു വീടിന് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഇവിടെയുണ്ട്. 2 ബെഡ്റൂമുകളും ഒരു കിച്ചണും ഒരു ഹാളും നല്ല സൗകര്യങ്ങളുമുള്ള ഒരു ഹോം സ്റ്റേ ആണിത്. ഹോം സ്റ്റേയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഫാമിലി ആയിട്ടെല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള ഹോം സ്റ്റേകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് സമയം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കാന്തല്ലൂരിലേക്ക് പോയി. കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലേക്കായിരുന്നു ഈ യാത്ര. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ ഫാമുകളും വാട്ടർഫോൾസുകളും സീനിക് വ്യൂകളും കൊണ്ട് ഫേമസ് ആണ് കാന്തല്ലൂർ.
കാന്തല്ലൂരിൻ്റെ ഈ ശാന്തസുന്ദരമായ കാഴ്ചകൾ എന്നും നമുക്കൊരു ഓഫ് ബീറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. മൂന്നാറിൽ നിന്നും കാന്തല്ലൂരിലേക്ക് KSRTC ബസ് സർവീസുകളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള മറയൂർ ജാഗറി ഉണ്ടാക്കുന്ന ഫീൽഡുകളാണിതൊക്കെ. മുൻപൊരിക്കൽ മൂന്നാർ വിസിറ്റ് ചെയ്തപ്പോൾ കാന്തല്ലൂരിലേക്ക് KSRTCയിൽ യാത്ര ചെയ്തിരുന്നു. വഴിയരികിൽ നമുക്ക് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാം. ഒരു വശത്ത് നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. അങ്ങനെ അവസാനം കാന്തല്ലൂരിൽ എത്തിച്ചേർന്നു. കാന്തല്ലൂരിൽ നിന്നും കുറച്ച് അകത്തേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഭ്രമരം വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. നല്ല ക്ലൈമറ്റും ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് കാന്തല്ലൂർ ടൗണിൽ നിന്നും ജീപ്പുകൾ അവൈലബിൾ ആണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഭ്രമരം വ്യൂ പോയിന്റിലുള്ളത്. ഈ കാണുന്നതെല്ലാം നല്ല മണമുള്ള ലെമൺ ഗ്രാസ് ആണ്. 2009 പുറത്തിറങ്ങിയ ഭ്രമരം എന്ന മലയാള സിനിമയുടെ ഒരുപാട് സീനുകൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഈ സിനിമയുടെ റിലീസിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഭ്രമരം വ്യൂ പോയിന്റ് എന്ന് പേര് വന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈവനിങ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഭ്രമരം വ്യൂ പോയിന്റ്. നല്ല കാറ്റും ഇരുട്ടാവും തോറും തണുപ്പ് കൂടിയും വന്നിരുന്നു. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു ഇവിടുത്തേത്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ചിച്ച വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ചിച്ചയുടെ ബർത്ത്ഡേ ട്രിപ്പിലെ 1ാമത്തെ ദിവസം അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മൂന്നാറിലെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഒരിക്കലും അവസാനിക്കാത്ത ഇത്തരം യാത്രകളുടെ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ബർത്ത്ഡേ യാത്രയുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.